ഇന്ന് നമുക്ക് നാരങ്ങയുടെ തൊലി വെച്ചിട്ട് ഒരു പാത്രം കഴുകുന്ന സൊല്യൂഷനാണ് റെഡിയാക്കി എടുക്കുന്നത്. നോമ്പൊക്കെ ആയത് കാരണം കൊണ്ട് തന്നെ ധാരാളം നാരങ്ങ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പോൾ നമ്മൾ പിഴിഞ്ഞെടുത്ത നാരങ്ങയുടെ തൊലിയും അതിലേക്കൊരു നല്ല നാരങ്ങ 4 കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അതിലേക്ക് ഉപ്പും വിനാഗിരിയും ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്. ഇനി ഇത് അരച്ചെടുക്കണം. അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കണം. ആവശ്യാനുസരണം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ട് അരിച്ചെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പ്രില്ല് ചേർത്ത് കൊടുക്കാം. ഒരു പത കിട്ടാനും വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബോട്ടിൽ നിന്നും 1/4 ഭാഗം പ്രില്ല് മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ബോട്ടിലിലേക്ക് മാറ്റിയെടുക്കാം. ഞാനിപ്പോൾ നാരങ്ങയുടെ തൊലി 15 ദിവസത്തത് കൂട്ടി വെച്ചതായിരുന്നു. ഇത് ഒരു പാത്രത്തിലിട്ടിട്ട് നമുക്കത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ്. താങ്ക് യു.